പോകുന്നു. പക്ഷേ ഇനി അതിനൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. സ്ട്രിക്റ്റായിട്ട് തന്നെ കറക്റ്റ് ടൈം പീരീഡിനുള്ളിൽ തന്നെ അത് വർക്ക് ചെയ്യണം. എല്ലാ തവണ ഒരുപാട് ആളുകൾ വീണു, അവിടെ ആക്സിഡന്റ് പറ്റി പലവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. കരാറുകാരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്നതിനകത്തും ഉദ്യോഗസ്ഥരുടെ കുറവുകളും കൗൺസിലേഴ്സ് പലപ്പോഴും പറയാറുണ്ട്, കോൺട്രാക്ടർമാരുടെ പുറകെ നടക്കാറുണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല, എഗ്രിമെന്റ് വെച്ച് കാലാവധി കഴിഞ്ഞ് വഴക്ക് പറയുന്ന അവിടുത്തെ കൗൺസിലർ, ഇത് ആരെവിടുത്തെ കൗൺസിലർ, ഈ റോഡെന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് തന്നെയായിരിക്കും പറയുക. നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു ഭരണസമിതി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കിതിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, ഒരുപാട് നല്ല കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്ന് ചെയ്യും എന്ന് പറയും. ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ തന്നെ ഈ കോൺട്രാക്ടറെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, വരാറില്ല. എന്തൊക്കെയാണ് നഗരസഭയുടെ വരുമാന മാർഗങ്ങൾ, എങ്ങനെയാണ് കൂട്ടേണ്ടത്, ചെയ്യുന്നില്ല. അവസാനം ഇലക്ഷൻ കഴിഞ്ഞ് ഒരിക്കലും ആ കോൺട്രാക്ടർ വിചാരിച്ചില്ല ഭരണത്തിൽ നമ്മളായിരിക്കും വരുന്നതെന്ന്. അതിനുശേഷം സത്യവതി കൗൺസിലർ ഒരു കോൺട്രാക്ടർ 3 വർക്ക് എടുത്തിട്ട് 3ഉം ചെയ്യാത്ത സാഹചര്യം, ഒരൊറ്റ കോൺട്രാക്ടറാണ് ചെയ്തത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണും അതിൻ്റെ അജണ്ട എന്താണെന്നുള്ളത്. ഞാനത് സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഈ ഒരു നഗരസഭാ ഭരണത്തിൽ വന്ന ശേഷം ഒരുപാട് പേര് നമ്മളോട്, കൗൺസിലേഴ്സും ഒക്കെ തന്നെ, പുതിയ കൗൺസിലേഴ്സും പഴയ കൗൺസിലേഴ്സും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ വാർഡുകൾ കൃത്യമായിട്ട് വർക്കുകൾ നടക്കുന്നില്ല എന്നുള്ളത്. മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും തന്നെ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത്. അത് കോൺട്രാക്ടർമാരുടെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റമെന്ന് പറയുന്നില്ല, കൗൺസിലർമാരെ ഒക്കെ എല്ലാവരുടെയും. കാരണം നേരത്തെ മഞ്ജു ചേച്ചി സൂചിപ്പിച്ച പോലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നഗരസഭയുടെ എല്ലാ വർക്കുകളും കൃത്യമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭരണത്തിൽ വന്ന ശേഷം ഓരോ ദിവസവും ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ്, പല സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് ഒക്കെ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച രാവിലെ 9:30 എന്നുള്ള സമയമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാറുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുമ്പോഴും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പരാതി വരുന്നതും ഈ മരാമത്തുമായി ബന്ധപ്പെട്ട വർക്കുകളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പല കൗൺസിലേഴ്സും പലപ്പോഴും പറയാറുണ്ട്, കോൺട്രാക്ടർമാരുടെ പുറകെ നടക്കാറുണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല, എഗ്രിമെന്റ് വെച്ച് കാലാവധി കഴിഞ്ഞ് സ്പിൽ ഓവർ കഴിഞ്ഞാൽ പോലും വർക്ക് ചെയ്യാറില്ല എന്നൊക്കെ പലപ്പോഴും. കാരണം കോൺട്രാക്ടർമാർക്ക് കൗൺസിലർമാരുടെ ഫോൺ കണ്ടാൽ അവരെടുക്കാത്ത സാഹചര്യമാണ്. എനിക്കിതിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, ഒരുപാട് നല്ല കോൺട്രാക്ടേഴ്സ് ഉണ്ട്. കാരണം എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി പണി ചെയ്യുന്ന കോൺട്രാക്ടർമാരും ഇതിൻ്റെ ഇടയിലുണ്ട്. കാരണം അങ്ങനെ നമുക്ക് അനുഭവമുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ ഞാൻ പാപ്പനംകോട് വാർഡിന്റെ കൗൺസിലറായിരുന്നു. ആ സമയത്ത് ഒരു വർക്ക് ചെയ്യാൻ, അതായത് സ്പിൽ ഓവറും കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ പലതവണ ഒരുപാട് ആളുകൾ വീണു, അവിടെ ആക്സിഡന്റ് പറ്റി പലവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ കോൺട്രാക്ടറെ വിളിക്കുക, അപ്പോൾ എക്സി അടക്കം ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട്, ഒരു റെസ്പോൺസും ഇല്ല. അവസാനം ഈ കോൺട്രാക്ടറുടെ വീട് പാറശാല അടുപ്പിച്ചാണ് കോൺട്രാക്ടറുടെ വീട്. ഞാനൊരു 3 തവണ ആ കോൺട്രാക്ടറിന്റെ വീട്ടിൽ രാത്രി വരെ പോയിരുന്നു. എന്നിട്ട് പോലും ചെയ്യാത്ത സാഹചര്യം. വന്നിരിക്കുമ്പോൾ പറയും, ആ വീട്ടിൽ പോയിരിക്കുമ്പോൾ പറയും, എന്തായാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വന്ന് ചെയ്യും എന്ന് പറയും. ഈ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ തന്നെ ഈ കോൺട്രാക്ടറെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, വരാറില്ല. വീണ്ടും ആളുകൾ പതിവായിട്ട് ആ റോഡിൽ വീഴുന്ന സാഹചര്യം. എന്നിട്ടും വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് തവണ പറഞ്ഞു. ഇതൊക്കെ തന്നെ സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അവസാനം ഇലക്ഷൻ എടുത്തു, ഞങ്ങൾ വീണ്ടും വീട്ടിൽ പോയി, ചെയ്യുന്നില്ല. അവസാനം ഇലക്ഷൻ കഴിഞ്ഞ് ഒരിക്കലും ആ കോൺട്രാക്ടർ വിചാരിച്ചില്ല ഭരണത്തിൽ നമ്മളായിരിക്കും വരുന്നതെന്ന്. അതിനുശേഷം പിന്നെ എന്നെ കാണുമ്പോൾ ഒളിച്ചു പോകുന്ന സാഹചര്യം. ഇപ്പം ഞാൻ തൊഴുതു, ദൈവമേ, കാണാനില്ലാത്ത ഒരാളെ നമ്മൾ കണ്ടല്ലോ എന്ന സാഹചര്യം തൊഴുതിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പക്ഷേ ഞാൻ ആ വാർഡിൽ നിന്ന് പുതിയ വാർഡിലേക്ക് മത്സരിച്ചു. പക്ഷെ പിന്നീട് അതിനുശേഷം വന്ന് ചെയ്തു വർക്ക്. അപ്പം ഞാനിത് പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് എനിക്ക് സംഭവിച്ച ഉദാഹരണം. ഇതുപോലെ നിരവധിയായിട്ടുള്ള കൗൺസിലേഴ്സിന് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവരും വർക്ക് എടുത്തിട്ട് ചെയ്യാത്ത സാഹചര്യമാണ്. നിങ്ങൾക്കും കാരണം എക്സ്ക്യൂസസ് ഒരുപാടുണ്ടാവും. ചിലപ്പോൾ ബില്ലിന്റെ വിഷയമായിരിക്കാം. ചില കോൺട്രാക്ടേഴ്സ് 10ഉം 20ഉം വർക്കുകൾ എടുത്തിട്ട് ഒരു വാർഡിൽ പോലും ചെയ്യാത്ത കോൺട്രാക്ടർമാരുണ്ട്. നമുക്ക് ഇവിടെ വേദിയിലിരിക്കുന്ന കൗൺസിലേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിനും ഒക്കെ തന്നെ ഈ അനുഭവമുണ്ട്. കഴിഞ്ഞ തവണ തിരുവല്ലം വാർഡിലെ കൗൺസിലറായിരുന്ന സത്യവതി കൗൺസിലർ ഒരു കോൺട്രാക്ടർ 3 വർക്ക് എടുത്തിട്ട് 3ഉം ചെയ്യാത്ത സാഹചര്യം, ഒരൊറ്റ കോൺട്രാക്ടറാണ് ചെയ്തത്. ഇതേ കോൺട്രാക്ടർ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത് ഒരു 10-15 വർക്കുകൾ എടുത്തിട്ടുണ്ട് പല വാർഡുകളിലുമായിട്ട് ആ സമയത്ത്. പക്ഷെ അതൊന്നും ചെയ്യാത്ത സാഹചര്യമായിരുന്നു. ഇതൊക്കെ കാരണം നമ്മുടെ വാർഡിലെ ആളുകൾ നമ്മളെ ജയിപ്പിച്ചു വിട്ടു. അപ്പോൾ ഞാൻ പാപ്പനോട് വാർഡാണ്, ഇപ്പോൾ വെട്ടുകാട് വാർഡുണ്ട്, പല വാർഡുകളുമുണ്ട്. അവിടത്തേക്ക് ആളുകൾ നമ്മളെ വിജയിപ്പിച്ചു വിട്ടത് ആ വാർഡിന്റെ ശബ്ദമായി തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്.
അപ്പോൾ അവരെല്ലാം നമ്മളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നാൽ ആദ്യം വഴക്ക് പറയുന്ന അവിടുത്തെ കൗൺസിലറാണ്. ഇത് ആരാ ഇവിടുത്തെ കൗൺസിലർ, ഈ റോഡ് എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് തന്നെയായിരിക്കും പറയുക. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ വിഷയമായി എല്ലാ വിഷയമായാലും ഫസ്റ്റ് അവർ പറയുന്നത് വിളിക്കുന്നതും ഒക്കെ തന്നെ കൗൺസിലേഴ്സിനായിരിക്കും. ഈ കൗൺസിലർക്ക് കണ്ണില്ലേ, കൗൺസിലർ എന്താ ഒന്നും ചെയ്യാത്തെന്താ, ഇവിടുത്തെ കൗൺസിലർ എന്താ ഇങ്ങനെ രാഷ്ട്രീയം കാണിക്കുന്നതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നീട് പരിപാടിയായി അവർക്കെതിരെ പ്രതിഷേധമായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എൻ്റെ കൂടെയുള്ള സഹ കൗൺസിലർമാരുടെ വിഷമമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാം അനുഭവിച്ചുള്ളത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ട് നമ്മളെ വർക്ക് എടുത്താൽ എഗ്രിമെൻറ്റ് വയ്ക്കുക, സെലക്ഷൻ നോട്ടീസ് കിട്ടിയാൽ ഉടൻ തന്നെ എഗ്രിമെൻറ്റ് വെക്കുക, എഗ്രിമെൻറ്റ് വെച്ച് ആ 3 മാസമെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതിന് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മേയർ വിശദമായിട്ട് സൂചിപ്പിക്കും. കാരണം ആ വർക്ക് ചെയ്യാതെ, കാരണം നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർക്കുകളെടുത്ത് സ്പിൽ ഓവറായി അതും കഴിഞ്ഞ് അതിൻ്റെ വീടും കഴിഞ്ഞൊക്കെ പോകുന്നു. പക്ഷേ ഇനി അതിനൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. സ്ട്രിക്റ്റായിട്ട് തന്നെ കറക്റ്റ് ടൈം പീരീഡിനുള്ളിൽ തന്നെ അത് വർക്ക് ചെയ്യണം. ഒരു കൗൺസിലർമാർക്കും ഒരു കോൺട്രാക്ടർമാരെ കൊണ്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. തിരിച്ചും ഒരിക്കലും അവരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് തന്നെ എല്ലാ കൗൺസിലേഴ്സും ഉണ്ടാകും. കാരണം നമ്മുടെയൊക്കെ വാർഡിൽ സമ്പൂർണ്ണമായിട്ട് വികസനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 101 കൗൺസിലേഴ്സും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2 കൂട്ടർക്കും നിങ്ങൾക്ക് ബില്ലിൻ്റെ വിഷയം പലതും ഒക്കെ ഉണ്ടായിരിക്കും, ഒക്കെ എല്ലാം പരിഹരിച്ച് സമ്പൂർണ്ണമായിട്ട് നമ്മൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തിരുവനന്തപുരം നഗരസഭയുടെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്കകം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്ത് എഞ്ചിനീയറിംഗിന്റെ പ്രാധാന്യം നമുക്ക് ഏവർക്കും നന്നായി അറിയാവുന്നതാണ്. ഒരു നഗരത്തിനെ എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കരവിരുത് കൊണ്ടും അതിന്റെ ബുദ്ധി വൈഭവം കൊണ്ടും ഒക്കെ ഭംഗിയായി കാണിക്കുവാനുള്ള ദിവസങ്ങളാണ് മുന്നിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2025-26 വർഷത്തെ എഞ്ചിനീയറിംഗിന്റെ വർക്കുകളൊക്കെ അവലോകനം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. സ്പില്ലോവർ വർക്കുകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് സംസ്ഥാനത്തു നിന്നും കേന്ദ്രത്തിൽ നിന്നും അതുപോലെ നഗരസഭയുടെ തനത് ഫണ്ടുകളിൽ നിന്നുമൊക്കെ ഫണ്ട് എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു നഗരസഭയെ നല്ല രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് നഗരസഭയുടെ വരുമാന മാർഗങ്ങൾ എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നുള്ളതിന്റെ ഒക്കെ തുടക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും നഗരത്തിലെ എല്ലാ വ്യക്തികളും ഒന്നടങ്കം പറയുന്നത് ഇതുവരെ കാണാത്ത ഒരു നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഭരണകർത്താക്കളും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും, അതാണ് നമുക്ക് ഏറ്റവും അടിവരയിട്ട് പറയേണ്ടുന്ന ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ പ്രവർത്തനം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു ഭരണസമിതി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുകൾ ഉണ്ടാകണം. ആദ്യം തന്നെ ഇത്രയും നാൾ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നഗരസഭയുടെ ഭരണം ഡിസംബറിൽ ഏറ്റെടുക്കുകയും അതിനകത്ത് ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ചെയർപേഴ്സൺമാരെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് ആദ്യമായി വന്ന ഏറ്റവും നല്ല ഒരു കാര്യം ആറ്റുകാൽ പൊങ്കാലയാണ്. ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ റോഡ് വർക്കുകൾ, മരാമത്ത് പ്രവർത്തികളൊക്കെ തന്നെ ഏകദേശം 31 പ്രവർത്തികൾ ഭംഗിയായ രീതിയിൽ ഒരു 15-20 ദിവസം കൊണ്ട് വർക്ക്, നമ്മുടെ ഒഫീഷ്യൽ വർക്ക് ഉൾപ്പെടെ എല്ലാ വർക്കുകളും ചെയ്ത് ഭംഗിയായി കാണിക്കുവാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയും ഒരു ഉദ്യോഗസ്ഥ വൃന്ദവുമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു അംഗീകാരം ഉദ്യോഗസ്ഥരിൽ തന്നെയാണുള്ളത്. അത് നഗരത്തിലെ എല്ലാ വ്യക്തികൾക്കും വളരെ ഭംഗിയായി മനസ്സിലായ ഒരു കാര്യം കൂടിയാണ്. അതിനുശേഷം ചില നമ്മുടെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരാറുകാരുടെ കുറെ പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്നതിനകത്തും ഉദ്യോഗസ്ഥരുടെ കുറവുകളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതെല്ലാം കൂടി ഒന്നുകൂടി ഈ ഒരു ശരിക്കും ചെറിയൊരു പിന്നോട്ട് വലിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ 2025-26 ഫണ്ട് വിനിയോഗത്തിൽ നമ്മൾ കുറച്ച് താഴോട്ട് പോയി. അത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, പല പല കാരണങ്ങളാണ്. വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്തതൊന്നും എക്സ്പെൻഡിച്ചറിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ താഴോട്ട് പോയത്. ഏറ്റവും അവസാനം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിലും
നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ട്രഷറിയിൽ നിന്നും ഫണ്ട് മാറാത്തതും BDS ആയിട്ട് പോയ വർക്കുകളും ഒന്നും നമ്മുടെ ഫണ്ടിനകത്ത് എക്സ്പെൻഡിച്ചറിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ആരും വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല. ആ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. എങ്കിലും സ്പിൽ ഓവറുകളൊക്കെ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വരും കാലങ്ങളിലും നഗരസഭയുടെ മരാമത്ത് പ്രവൃത്തികൾ ഓരോ മാസവും അവലോകനം ചെയ്യുന്ന ഒരു പ്രക്രിയ, തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇനി വരുന്ന 5 വർഷവും. അതോടുകൂടി തന്നെ നമുക്ക് പറയുവാനുള്ളത്, എന്തൊക്കെ ഗ്രീവൻസുകൾ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ കരാറുകാർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കുടുംബമായി ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അതിനെ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നത്, ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ പ്രശ്നങ്ങളെ തീർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് മേയറുടെ അധ്യക്ഷതയിലൂടെ കൂടുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് വികസനം നമുക്ക് വെളിയിൽ കാണണമെങ്കിൽ നമ്മുടെ മരാമത്ത് പ്രവർത്തികളിലൂടെയാണ് അത് കാണേണ്ടത്. അതിന് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം, പ്രത്യക്ഷത്തിൽ കാണുന്ന വികസനങ്ങൾക്ക് നമ്മുടെ ഇന്ന് നഗരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അറിയിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയ്ക്കകത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നഗരസഭയുടെ ടോയ്ലറ്റുകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് അതൊരു മെയിൻ്റനൻസ് ചെയ്യാനുള്ള പ്രവർത്തികൾ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഒന്നും അഡ്രസ്സ് ചെയ്യുന്ന ഒരു യോഗമാണ്. you